നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ് ഉയർന്നിരിക്കുകയാണ്. സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനാണ് കേസ്. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിൽ മോചനം നൽകാൻ മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ ഗവർണറുടെ പരിഗണനയിലിരിക്കെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. ഷെറിന് ശിക്ഷയിളവ് നൽകാനുള്ള തീരുമാനം വിവാദമായിരുന്നു. ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് നടപടിയെന്നായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ ജയിലിൽ ഇവർക്ക് വഴിവിട്ട പരിഗണനകൾ ലഭിച്ചിരുന്നതായി സഹതടവുകാരുടെ വെളിപ്പെടുത്തൽ അടക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾക്കിടയിലാണ് കഴിഞ്ഞ മാസം 24-ന് ഷെറിനും മറ്റൊരു സഹതടവുകാരിയും ചേർന്ന് വിദേശ വനിതയെ ആക്രമിച്ചത്. ഇതിൽ കണ്ണൂർ ടൗൺ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം എടുക്കാനായി പോയ വിദേശ വനിതയെ ഇവർ ചേർന്ന് തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നു എന്നാണ് എഫ്ഐആറിലുള്ളത്. മുൻപും സഹതടവുകാരുമായി ഷെറിൻ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ജയിലിൽ നല്ല നടപ്പുകൊണ്ടാണ് ശിക്ഷാ ഇളവിന് ഷെറിനെ പരിഗണിച്ചതെന്നായിരുന്നു കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ വാദം. 14 വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ഷെറിന് ശിക്ഷയിളവ് അനുവദിച്ചത്. അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. കാരണം പല ഭാഗത്തു നിന്നും അർഹതപ്പെട്ട പലരും ജയിലിൽ അവിടെ കഴിയുന്ന സമയത്താണ് ഷെറിന് ഇത്തരത്തിൽ ജയിൽ ശിക്ഷ ഇളവ് നൽകുവാനായിട്ട് മന്ത്രിസഭ ഒന്നാകെ തീരുമാനമെടുത്തത്. അതിന് പിന്നിൽ ഏതൊരു മന്ത്രിയുടെ കരങ്ങൾ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണങ്ങളും പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി. ഷെറിന്റെ ആൺസുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശി നിതിൻ, ഏലൂർ സ്വദേശി ഷാനൂർ റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ ജയിൽ DIG പ്രദീപുമായി അടുത്ത ബന്ധമെന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സഹതടവുകാരി ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. മറ്റൊരു സഹതടവുകാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു. ഇതിനു പിന്നിൽ മറ്റൊരു മന്ത്രിയുടെ ബന്ധമുണ്ടെന്നും ആരോപിച്ചിരുന്നു. ലോക്കപ്പ് പൂട്ടിയ ശേഷവും ഷെറിൻ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് പോകുമെന്നും ഈ സഹതടവുകാരി പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞു. മറ്റു തടവുകാർ ജയിലിൽ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഷെറിൻ ആവശ്യപ്പെടുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ബെഡ്ഷീറ്റ്, കിടക്ക, തലയണ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു. മേക്കപ്പ് സാധനങ്ങളും ഫോണും ജയിലിൽ അനുവദിച്ചു. ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവന്ന വസ്ത്രമാണ് ഷെറിൻ ധരിച്ചിരുന്നതെന്നും സഹതടവുകാരി വെളിപ്പെടുത്തി. ഷെറിനെ കാണാനായി ജയിലിൽ DIG പ്രദീപ് സ്ഥിരമായി വരാറുണ്ടായിരുന്നെന്നും ഈ സഹതടവുകാരി പുറത്തിറങ്ങിയതിനു ശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഷെറിന് ശിക്ഷ ഇളവ് നൽകുവാനായിട്ട് തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള ഷെറിന് ജയിലിനുള്ളിൽ ലഭിച്ചിരുന്ന VIP പരിഗണനയെക്കുറിച്ച് സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസ് കൂടി ഷെറിന്റെ മേൽ വരുന്നത്. ഏതായാലും ഗവർണറാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. അത് ഇതുവരെയായിട്ടും പരിഗണിച്ചിട്ടില്ല. അതെന്തായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.